ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന നമുക്ക് ചിന്താവിഷയമായിട്ടൊരു വാക്യം എടുക്കാവുന്നത് സങ്കീർത്തനം 143 അധ്യായത്തിൻ്റെ 3 വാക്യമാണ്. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. 143:3. ശത്രു എൻ്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു, അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു. പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ദാവീദ് അവൻ്റെ പ്രാണനെ ദുഷ്ടൻ എന്ത് ചെയ്യണം, നിലത്തിട്ട് ചവിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ദാവീദ് പറയാണ്, ഒരു പണ്ടേ മരിച്ച ഒരു വ്യക്തിയെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു തരം മരണമാണ് അല്ലേ. പണ്ടേ മരിച്ച ഒരു വ്യക്തിയെ പോലെ ഇരുട്ടിൽ, അതായത് ഇരുട്ടിൽ കഴിയുന്ന വ്യക്തി ജീവിതങ്ങൾ അവർ എന്തായിരിക്കും, ഒന്നെങ്കിൽ ആത്മാവിൽ മരിച്ച വ്യക്തികളായിരിക്കാം. ആമേൻ, സ്തോത്രം അല്ലേ. ദൈവവചനം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പ്രകാരം പറയും. നമുക്ക് ആ വചനം വായിക്കാം. 1 യോഹന്നാൻ, ആമേൻ, സ്തോത്രം. 1 യോഹന്നാൻ 1 അധ്യായത്തിൻ്റെ 5 തൊട്ട്, അതായത് ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. അത് തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്കും ദൈവത്തിനും തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉള്ളപ്പോൾ, അതായത് ആത്മാവ് നിങ്ങളിൽ, അവൻ്റെ പരിവർത്തനം നിങ്ങളിൽ ഉണ്ടാവുമ്പോൾ സകല ഇരുളിമേ മാറിപ്പോവും അല്ലേ. കൂട്ടായ്മ, അത് യേശുവിനോടുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ നടക്കുന്നുവെങ്കിൽ, അതായത് നമുക്ക് ചിലപ്പോൾ പ്രയറിന് പോകാനായിട്ടൊക്കെ ഒരു മടി പോലെ വരും, പ്രാർത്ഥിപ്പാൻ മടി പോലെ വരും അല്ലേ, വചനങ്ങൾ കേൾക്കാനൊക്കെ ഈ മടിയല്ല, ഇരുട്ടിലേക്ക് പിശാച് നിങ്ങളെ എന്ത് ചെയ്യുന്നു, നയിക്കുന്നതിനൊരു എവിഡൻസ് ആണ് ദൈവവചനം. കാരണം കർത്താവിൻ്റെ വചനം പറയുകയാണ്, യഹോവ എന്താണ്, വെളിച്ചമാകുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം ആ വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ നമുക്ക് ദൈവമായിട്ടൊരു കൂട്ടായ്മ വേണം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇരുട്ടിൽ, ഇവിടെ ദാവീദ് പറഞ്ഞ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ആമേ, സ്തോത്ര. ദാവീദ് അത് പറഞ്ഞു എന്നു നമ്മളത് പറയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം അല്ലേ. നമ്മൾ ഇരുട്ടിലിരുന്നാൽ, ഇവിടെ പറയുന്നുണ്ട്, അത് യോഹന്നാൻ എഴുതിയ 1 ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ അതിന് മുമ്പുണ്ട്, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുക, ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഫോഷ്ക്ക് പറയുകയാണ്. അതായത് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ വെളിച്ചത്തിൻ്റെ മകളാണ്, അതായതാണെന്നൊന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മളും ദൈവവും തമ്മിലുള്ള ആഴം അല്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞൊരു മകളാണെന്നും പറഞ്ഞ് മകളാന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അതിൽ നമ്മൾ എന്താണ്, നിലനിൽക്കാൻ പഠിക്കണം, ആ വെളിച്ചത്തിൽ നിൽക്കുക. നമ്മുടെ യേശു അവൻ വെളിച്ചത്തിൻ്റെ മകൾ. അപ്പോൾ പലരെയും ശത്രു ഫോഷ്ക്ക് പറഞ്ഞു, അല്ലെങ്കിൽ നീ ഇരുട്ടിൻ്റെ മകളാണ്, നമ്മുടെ ഭാവിക്ക് ഒരു പ്രകാശമില്ല, മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഒരു പ്രകാശമില്ല. ദാവീദ് പറഞ്ഞ പോലെ നമ്മളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുമ്പിൽ ഒരു പ്രകാശമില്ല. ഇതൊക്കെ ശത്രുവായവൻ നമ്മളോട് പറയുന്ന ഭോഷ്കാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവചനം പറയാണ്, ആഴത്തിൽ മീതെ എന്തുണ്ടായിരുന്നു, ഇരുളുണ്ടായിരുന്നു അല്ലേ. ഇരുട്ടിൻ്റെ ശക്തി ഈ ലോകത്തെ ഭരിച്ചിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇരുളിമ ഉണ്ടായിരുന്നു. എങ്കിൽ കർത്താവ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ഇരുട്ടിന് മാറിപ്പോയേ പറ്റൂ, കാരണം അവൻ സൃഷ്ടിതാവാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് എന്നെ നിന്നെ സൃഷ്ടിച്ച ദൈവം നിൻ്റെ ലൈഫിനെ നോക്കി നിൻ്റെ എല്ലാ ഇരുളിമയും മാറട്ടെ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ പിടിച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ, ഒരു ഇരുട്ട് റൂമിൽ ആരായിരിക്കും കൂടുതൽ കഴിയുക അല്ലേ. മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള വ്യക്തി ജീവിതങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കും അല്ലേ. ആ ഇരുട്ട് റൂമിലേക്ക് നമ്മളെ വന്ന് രക്ഷിപ്പാൻ നമ്മൾ ഒരു പ്രതീക്ഷയില്ലാതെ ആയിരിക്കും ഇരിക്കുന്നത്. ആമേ, സ്തോത്ര. ഭാവി ഓർത്തോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു കാര്യങ്ങളെ ഓർത്തും നമുക്ക് പ്രതീക്ഷയില്ല, ഇരുട്ടാണ് മുഴുവനും. എങ്കിൽ ദൈവവചനം പറയാണ്, അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ ദൈവം വിളിച്ച് തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്ന് നമ്മുടെ എല്ലാ ഇരുളിമകളും ദൈവം മാറ്റിയിരിക്കുകയാണ്. ഇനി തൊട്ട് നമ്മൾ ആരുടെ മക്കളാണ്, വെളിച്ചത്തിൻ്റെ മക്കളാണ്. അതാണ് ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായതുപോലെ സ്വന്തം ജീവിതത്തെ നോക്കി ഞാൻ ഇരുട്ടില്ല എന്ന് പറയല്ല. ഹല്ലേലൂയ, സ്തോത്ര. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വെളിച്ചമുണ്ടാകട്ടെ. എല്ലാ ഇരുളിമകളും, ചിന്തകളിലുള്ള ഇരുളിമകൾ എല്ലാം ദൈവനാമത്തിൽ മാറിപ്പോട്ടെ അല്ലേ. ശത്രുവായവൻ നമ്മളെ പല രീതിയിൽ ബന്ധിക്കപ്പെടുത്താറുണ്ടല്ലേ. നിങ്ങളെന്താണ്, കൊള്ളത്തില്ല, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം ഒരു ഇരുളിമകളാണ്. ഇരുളിമ എന്ന് പറയുമ്പോൾ ഇരുട്ട് മാത്രമല്ല, അത് ജീവിതത്തിൽ കടന്നു
പോകുന്ന ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം അല്ലേ, സന്ധ്യ അല്ലേ, ഇരുട്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ, വിലാപമായിരിക്കാം. അതിനെ നൃത്തമാക്കി തരുവാൻ യഹോവ നമുക്ക് മതിയായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ ദാവീദ് പറയണം, അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പിശാചാണ്, ശത്രു എന്നെ ഇരുട്ടിൽ എന്താണ് പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പലരും സ്തോത്രം ദൈവമക്കളാന്ന് പറഞ്ഞിട്ടും നമ്മൾ ഈ ഇരുട്ടിൽ തന്നെ തപ്പി നടക്കുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വെളിച്ചത്തിന് വേണ്ടി ആയിരിക്കാം, അല്ല ഇരുട്ടിൽ തന്നെ തപ്പി നമ്മൾ എന്ത് ചെയ്യാണ്, നിൽക്കുകയാണ്. മുന്നോട്ടേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല. സ്തോത്രം. ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം, യേശു നിൻ്റെ ഹൃദയത്തിലേക്ക് വന്ന, അല്ല നിൻ്റെ പ്രശ്നങ്ങളിലേക്ക് വന്ന ആ സകല ഇരുളിമകളും എന്ത് ചെയ്യും, മാറിപ്പോ. 139 സങ്കീർത്തനം പറയുന്നുണ്ട്, ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയാ തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞ, ഇരുട്ട് പോലും നിനക്ക് മറവാകിയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചം യഹോവയ്ക്ക് ഒരുപോലെ. എന്ത് നല്ലൊരു വാക്യല്ലേ. അതായത് ഈ ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ എന്ന് ഞാൻ പറഞ്ഞ ദൈവം സമ്മതിക്കത്തില്ല. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാ ഇരുളിമകളും ദൈവം മാറും. കാരണം ഇരുട്ടും വെളിച്ചം എല്ലാം യേശുവിന് എന്താണ്, ഒരുപോലെയാണ്. സ്തോത്രം. നീ ഇന്നും ആ ഇരുട്ടിൽ ഇന്ന് പിടിക്കാതെ, അല്ലെങ്കിൽ എന്താണ് അവിടെ തന്നെ ഇരിക്കാതെ യേശു എന്ന വെളിച്ചം നിന്നിലേക്ക് വരട്ടെ. സ്തോത്രം. അല്ലേ, അവർ വലിയൊരു വെളിച്ചം കണ്ടപ്പോൾ അവർ സന്തോഷിച്ചും ദൈവവചനം പറയാണ്. ദൈവത്തിൻ്റെ ജനനം അല്ലേ, ബത്ലഹേമിൽ അവൻ ജനിച്ചപ്പം അത് അവിടെ എന്ത് ചെയ്തു, പ്രകാശം ഉണ്ടായതുപോലെ നമ്മുടെ ഉള്ളിലാണ് ക്രിസ്തു ജനിക്കേണ്ടത്. സ്തോത്രം. നമ്മുടെ എല്ലാ ഇരുളിമകളും മാറട്ടെ, എല്ലാ നെഗറ്റിവിറ്റികളും മാറട്ടെ. ദൈവം ഇവിടെ ജനിക്കുമ്പോൾ നമ്മുടെ എല്ലാ ശത്രുവായവൻ കള്ളത്തരം പറഞ്ഞ് നമ്മളെ മൂടി വെച്ചിരിക്കുന്ന എല്ലാ ഇരുളിമകളും മാറട്ടെ. സ്തോത്രം. വേറെ യാതൊരു ശക്തിക്കും നമ്മളെ രക്ഷിപ്പാൻ എന്ത് ചെയ്യത്തില്ല, കഴിയില്ല. കാരണം യഹോവ എൽ ഷദായ്, അവൻ സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. ഇന്ന് ഇരുട്ടിൽ പാർക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ, ശത്രുവായവൻ ചില ചെങ്ങലകളിലാട്ട് ബന്ധിക്കപ്പെട്ട് വർഷങ്ങളായി ആ ഒരു കൂടാരത്തിൽ ഇരുന്ന് സ്വന്തം ഇരുട്ടിലിരുന്ന് സ്വോത്രം ഇരുന്ന് ഹല്ലേലൂയ, ഇനി മുന്നോട്ടേക്കൊരു പ്രകാശമില്ല എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ഞാൻ വെളിച്ചമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ദൈവവും നമ്മളെ എന്ത് ചെയ്യുന്ന ആ വെളിച്ചമായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം യോനയിൽ ഇപ്രകാരം പറയുന്നുണ്ട്. യോനയല്ല, മീക 7:7 ഇപ്രകാരം പറയാണ്, എൻ്റെ ശത്രുവായവളെ നീ എന്നെ ചൊല്ലി എന്ത് ചെയ്യണ്ട, സന്തോഷിക്കണ്ട. വീണുവെങ്കിലും വീണ്ടും ഞാൻ ഇരുട്ടത്തിരുന്നാൽ യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. സ്തോത്രം. ദൈവമാണ് നമ്മുടെ വെളിച്ചം. സ്തോത്രം. അല്ലേ, യഹോവയാണ് നമ്മുടെ വെളിച്ചം. ഒരു ഇരുട്ട് റൂമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോർച്ച് അടിക്കുമ്പോൾ സ്തോത്രം, അതിലെ പ്രകാശം, ആ റൂം നിറച്ച് പ്രകാശം ലഭിക്കല്ല. ഒരു ലൈറ്റ് നമ്മൾ ഇടുമ്പോഴത്തേന് എന്താണ്, ആ റൂം നിറച്ച് പ്രകാശം ലഭിക്കുന്നത് പോലെ ദൈവവചനം കൈക്കൊള്ളുക. സ്തോത്രം. കേൾക്കുക. ദൈവവചനത്തിലൂടെ ചില വെളിച്ചങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യട്ടെ, പ്രകാശിക്കുമാറാകട്ടെ. സ്തോത്രം. യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക്, അതാണ് യഹോവയാണ്. അത് നസ്രാന യേശുവിന് മാത്രമേ നമ്മുടെ അവസ്ഥകൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, മോചനം തരുവാനായിട്ട് കഴിയുകയുള്ളൂ. സ്തോത്രം. അപ്പം ശത്രുവായവൻ നമ്മളെ പലരെ ഇന്നും ഇരുട്ടിൽ എന്ത് ചെയ്യണം, പാർപ്പിച്ചിരിക്കുന്നു. നീ ഇവിടം കൊണ്ടേ തീരൂ, നീ ഇതിൻ്റെ അകത്ത് നിൻ്റെ ജീവിതം അവസാനിക്കുമെന്ന ശത്രുവായവൻ വിധി എഴുതുന്നുണ്ടെങ്കിൽ സ്തോത്രം, ഇന്ന് ആ ചെങ്ങല നീ വിശ്വാസത്താൽ പൊട്ടിക്കണം. സ്തോത്രം. ഇന്ന് ആ ചെങ്ങലയിൽ നിന്ന് നീ പുറത്തു വരണം. ഹല്ലേലൂയ. നിനക്ക് പറയാൻ കഴിയണം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവനെന്നെ ഇരുട്ടിലേക്കല്ല വെളിച്ചത്തിലേക്ക് അവനെന്നെ നടത്തും. സ്തോത്രം. ദൈവവചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്ന. എല്ലാ ഇരുളിമകളും മാറട്ടെ. ശത്രുവായവൻ കെട്ടിവെച്ചിരിക്കുന്ന സകല ഇരുളിമകൾ സ്തോത്രം. ഹല്ലേലൂയ. ലാസറേ നീ പുറത്തു വരിക, അല്ലേ, അവനെ കെട്ടിവെച്ചായിരുന്നു, എൻ്റെ കൈകാലുകളെ ബന്ധിച്ചായിരുന്നു, ഇരുട്ടിൽ അവനെ തള്ളിയിട്ടായിരുന്നു. മരണമെന്ന ഇരുട്ടിൽ അവനെ തള്ളിയിട്ടപ്പോൾ യേശു പറഞ്ഞു, പുറത്തു നിന്നുകൊണ്ട് ലാസറേ നീ പുറത്ത് വരിക. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഉരുവിടുക. ഹല്ലേലൂയ. വെളിച്ചം ഉണ്ടാകട്ടെ. ജീവിതത്തിലെ എല്ലാ ഇരുളിമകളും മാറിപ്പോട്ടെ. ദൈവം നിങ്ങളിൽ പ്രകാശമായി തീരട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ബലപ്പെടുത്തി, നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വെളിച്ചം പുറപ്പെടുമാറാകട്ടെ. എല്ലാ ഇരുളിമകൾ ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളിൽ ഇരുട്ടിൻ്റെ അവസ്ഥകൾ മാറിപ്പോട്ടെ. രക്തം ജയമടിക്കട്ടെ. ഗിരിപ്രഭാഷണത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിൻ്റെ കണ്ണിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാവുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമാണ്. നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായ ആ ഇരുട്ട്
എത്ര വലുതായി മാറും. ആമേ സ്തോത്രം. അതുകൊണ്ട് ചെറിയ നമ്മുടെ കണ്ണ്, നമ്മുടെ ദൈവം തന്ന അവയവങ്ങളെ, അത് കണ്ണ് നമ്മുടെ ശരീരത്തിൻ്റെ വിളക്കാന്നാണ് പറഞ്ഞത്. ഈ കണ്ണുകൊണ്ട് നമ്മൾ പാപം ചെയ്യല്ല. ആമേ നീ വീണ്ടും ഇരുട്ടത്തായി പോവും. പിശാച് നീ ഇരുട്ടിലേക്ക് കൊണ്ടുപോകും. നീ അറിയാതെ അവൻ നിന്നെ എന്ത് ചെയ്യും? കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് പാപം ചെയ്യല്ല. ദൈവം തന്നിരിക്കുന്ന ഈ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? പാപം ചെയ്യല്ല. പാപത്തിന് അടിമയാക്കിയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇരുട്ടിലാണ് പാർക്കുന്നത്. അവർക്ക് വെളിച്ചം കാണുവാൻ കഴിയത്തില്ല. ആമേ വെളിച്ചത്തിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒന്നാണ് പാപം. ഹല്ലേലൂയ സ്തോത്രം. എന്താണ് പാപം? ഇപ്പം നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളെ അടുത്ത് അല്ലെങ്കിൽ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ, അവൻ ഒറ്റയ്ക്കാകാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഇരുട്ടത്തിരുന്നല്ലേ ആരും കാണാതെ വണ്ണം ചെയ്യാൻ ആഗ്രഹിക്കും. ഇതൊക്കെ എന്താണ്? പാപമാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? പാപം ചെയ്യാൻ ആഗ്രഹിക്കില്ല. ആമേ അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വന്നാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ എന്ത് ചെയ്യും? നിയന്ത്രിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമുക്കറിയാം യോസേഫ് കാരാഗ്രഹത്തിൽ ഇരുട്ടിൻ്റെ അവസ്ഥയിലായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ യാതൊരു ഇരുട്ടിനും അവൻ്റെ സ്വപ്നത്തെ തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ശക്തനാണ്. നസ്രാനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ദൈവവചനങ്ങളെ കേൾക്കുക. ഹൃദയത്തിൽ നിന്ന് ഇരുട്ടങ്ങ് മാറിപ്പോട്ടെ. കാരണം നിങ്ങൾ വിശ്വസിക്കാൻ ഞാൻ വെളിച്ചത്തിൻ്റെ മകളാണ്. ആമേ സ്തോത്രം. ഈ ലോകത്തെ സൃഷ്ടിച്ച നസ്രാനായ യേശുവിൻ്റെ മകളാണ് പൂർണ്ണമായി വിശ്വസിക്കുക. ശത്രുവായം കൊണ്ടിരുന്ന ചില കള്ളത്തരങ്ങൾ, അവൻ ഫോഷ്കിൻ്റെ പിതാവാണ്, അവൻ നുണകൾ പറഞ്ഞു വരും, അവൻ നെഗറ്റീവ്, നിനക്ക് കഴിയുകയില്ലെന്ന് പറയും. ഇതൊക്കെ ഓരോ ഇരുളിമകളുടെ അവസ്ഥകളാണ്. എങ്കിൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കും ഞാൻ യേശുവിൻ്റെ, അതായത് വെളിച്ചത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വെളിച്ചത്തിലുള്ളത് അന്വേഷിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല. ആമേ സ്തോത്രം. ദൈവവചനത്താൽ നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഈ നാളുകളിലും നമ്മൾ ആരെങ്കിലും ഇരുട്ടിൻ്റെ അവസ്ഥയിലോ ശത്രുവായവൻ നമ്മളെ ഇരുളിൽ പാർപ്പിച്ചിരിക്കുകയാണെങ്കിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ധ്യാനിച്ചുകൊണ്ട്, ദൈവം ചെയ്ത നന്മകളെ ധ്യാനിച്ച്, അവൻ്റെ വചനത്തെ കേട്ടുകൊണ്ട്, കാരണം കർത്താവിൻ്റെ വചനത്താലാണ് നമുക്ക് വിശ്വാസം വരുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ എന്ത് ചെയ്യും? ശത്രുവായവൻ കെട്ടിവെച്ച് ചില ബന്ധനങ്ങൾ അഴിയും. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് എന്തില്ല? ബന്ധനമില്ല. ആമേ സ്തോത്ര. അല്ലേ, സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യമാക്കി ഈ ലോകത്തേക്ക് അയച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവവചനങ്ങൾക്ക് ബന്ധനമില്ല. ആമേ സ്തോത്രം. അത് ബന്ധിക്കപ്പെട്ടവരെ വിടുവിക്കുന്ന ഒന്നാണ് ദൈവവചനം. അതുകൊണ്ട് സ്വയം ബന്ധിതരല്ല, മറ്റുള്ളവരാൽ ബന്ധിതരായ ഒരു ഇരുട്ടിലാണ് നീ പാർക്കുന്നുവെങ്കിൽ ഇന്ന് നസ്രാനായ യേശുവിൻ്റെ വചനം നീ കേൾക്കുക. ഹല്ലേലൂയ സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ വചനം അത് ഇരുവാഴ്ത്തലുള്ള വാളാണ്. അത് കർത്താവ് ഏത് അവസ്ഥയിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്കാകട്ടെ, സദ്യമഞ്ചകളിലേക്ക് അത് ഇറങ്ങി ചെല്ലുവാൻ ദൈവവചനത്തിന് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഇരുട്ടിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ആമേ സ്തോത്രം. ചെങ്ങലകളായിരിക്കുന്ന വ്യക്തി, അതായത് മുമ്പോട്ടേക്ക് ഒരു പ്രകാശം ജീവിതത്തിൽ കാണുന്നില്ല, ആമേ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, ആമേ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവവചനം ആമേ സ്വാതന്ത്ര്യം നമുക്ക് തരുന്ന എല്ലാത്തിനും, ശത്രുവിൻ്റെ സകല പീഡനത്തിൽ നിന്ന്, അവൻ്റെ ചിന്തകളിൽ നിന്ന്, അവൻ്റെ എല്ലാ വിചാരങ്ങളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതാണ് ക്രിസ്തുവിൻ്റെ വചനം. ഹല്ലേലൂയ സ്തോത്രം. ഒരു അന്ധകാര ശക്തിക്ക് നമ്മളെ എന്ത് ചെയ്യത്തില്ല? പിടിച്ചു വെക്കാൻ കഴിയുകയില്ല. കാരണം നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. ആമേ സ്തോത്രം. ഈ നശിച്ചു പോകുന്ന ലോകത്തിനൊന്നും അടിമയാകാതെ വണ്ണം ഇന്നത്തെ തലമുറകളെല്ലാം വിടുവിക്കപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കലും മാറ്റമില്ലാത്ത ഈ വചനം അവർ കൈക്കൊള്ളണം. ആമേ ശത്രുവായൻ അവർ ഇരുത്തിയിരിക്കുന്ന ചില അന്ധകാരത്തിൽ നിന്ന് അവർ പുറത്തു വരണം. ഈ വിഷയങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കേട്ടപ്പെട്ട വചനപ്രകാരം ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.